വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ശരിക്കും സ്കൂൾ നെയിം ആണ് ക്രിസ്റ്റീനയും ക്രിസ്റ്റിയും. പ്രിൻസും പ്രിൻസിയും നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്. മൂന്നാം ക്ലാസ്സില് എവിടെയാ? അപ്പിയിട്ടാ പോലും ഇവരാണ് കഴിക്കുന്നതും തുടയ്ക്കുന്നതും പാമ്പേഴ്സ് മാറ്റുന്നതും ഉടുപ്പിടുന്നതും ഫുള്ള്. എങ്ങനെയാ ബ്രൂട്ടിനെ ഉറക്കിയെടുക്കുന്നത്? ജന്മം ചെന്ന ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. അവസാനം പിന്നെ ബലം പിടിച്ച് കിടത്തിയിട്ട് കൈയൊക്കെ പിടിച്ച് കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിട്ടൊക്കെ കയ്യിൽ മറ്റേ ഇതുണ്ടല്ലോ നീഡിലിട്ടിട്ട് അതിനകത്തൂടെ പിന്നെ ഇഞ്ചക്ഷൻ എടുത്തത്. അല്ലാണ്ട് സമ്മതിക്കില്ല. പഠിക്കോ? ഏയ് ഭംഗിയോടെ അറിയാം. ഇവിടെ അടിയാ കുറച്ചാൾ സമയത്ത് കൊച്ചിനെടുക്കാൻ, നീയല്ലേ ഇത്ര നേരം എടുത്ത് എടി താടി കൊച്ചിനെ താടി അങ്ങനെ ഇത് വന്നിട്ട് താന്നു പോയതാ. ഇത് മടങ്ങിയിരിക്കുന്ന അതിന്റെ ഇതൊക്കെ വിരലൊക്കെ ഒരുമാതിരി ഇരിക്കുക. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഉമ്മ വരുമെന്നൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്തിട്ടില്ല, ഓർമ്മയില്ല. എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ആരും ഇല്ല. ആകെയുള്ള ഒരു ഒറ്റ കൂട്ടുകാരനേ ഉള്ളൂ. അവനാണ് എന്തൊരു കാര്യത്തിൽ നമുക്ക് ഓടി വരുന്നത്. എന്തെങ്കിലും ഒരു ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ നമ്മളെ ഏതൊരു സാഹചര്യത്തിൽ അവർ നമ്മളെ കൈവിടത്തില്ല. എനിക്ക് മുൻപൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇവള് നേരത്തെ പറഞ്ഞിട്ടില്ല. എന്നെ ഇഷ്ടപ്പെട്ട 2-3 പെൺപിള്ളേരുടെ ഒരു മെന്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏതോ ഒരു കാശുള്ള വീട്ടിലെ പയ്യനാണ് എന്നായിരുന്നു. അവരെന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. റിലേഷൻഷിപ്പ് പിരിഞ്ഞ സമയത്ത് എല്ലാം പറഞ്ഞത് ഇയാൾ ഇത്രയും താഴ്ന്ന ഇതിലുള്ളതാണെന്ന് ഞങ്ങൾ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് വിടുന്നത് എന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ജോലിക്ക് പോകണം എന്ന് എനിക്ക് നിൽക്കണം ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറഞ്ഞ സ്വന്തമായിട്ടൊരു വീട്, അത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇത് ഏത് നിമിഷം പൊളിഞ്ഞു വീഴും. ഇപ്പം നല്ലൊരു മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് വീഴും. നമ്മൾ പുറത്ത് വേണമെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്താൽ കാണാൻ പറ്റും. അതുപോലെ അടുക്കളയിലൊക്കെ ആയതുകൊണ്ട് സ്വന്തമായിട്ട് പോകാൻ ഇച്ചിരി സൗകര്യമുള്ള ഒരു കൊച്ചൊരു വീട്, അതാണ് ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹം. ഇവള് ഒരുപാട് തവണ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് 6 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. അതുവരെ ഉള്ള വീട്ടിലായിരുന്നു. അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഉമ്മ വരുമെന്നൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കൊടുത്തിട്ടില്ല, ഓർമ്മയില്ല. അപ്പൊ എനിക്ക് പബ്ലിക്കായിട്ട് ഇതൊന്നും ചെയ്യുന്ന ഇഷ്ടമുള്ള അല്ല. അങ്ങനല്ല, ഇപ്പൊ നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ കൊടുക്കുമല്ലോ. 7 മാസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയല്ലോ. അതിനുശേഷം ഇവിടെ നിന്ന് എന്നെ കാണാൻ വേണ്ടി ഇവരൊക്കെ വന്നായിരുന്നു. പോകാനിറങ്ങിയപ്പോ സ്വാഭാവികമായിട്ട് നമ്മള് കെട്ടിപ്പിടിക്കും, ഉമ്മയൊക്കെ കൊടുക്കും. ഈ ചാനാണെങ്കിൽ തരുന്നില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ കൊച്ചിനെങ്കിലും വയറ്റിലെങ്കിലും എനിക്കെന്ന് വെച്ചാൽ ഈ ആൾക്കാരൊക്കെ നിൽക്കുമ്പം അങ്ങനെ ആ ഒരു ഇതൊന്നും എനിക്ക് വരത്തില്ല. ആ സമയത്ത് അതൊന്നും വരത്തില്ല. നമുക്കൊരു ഇതുണ്ടല്ലോ. പക്ഷേ അന്ന് ഇപ്പോൾ ഈ സിസേറിയൻ ചെയ്ത് ഇറക്കിയ സമയത്തെന്ന് വെച്ചാൽ അത്രയും നേരം ഞാൻ ടെൻഷനും പ്രഷറും എല്ലാം കൂടി ഇങ്ങനെ അടിച്ചിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പെട്ടെന്ന് ഇവളെ കണ്ടപ്പോഴത്തേക്ക് അറിയാണ്ട് പോയി ഒരു ഉമ്മ കൊടുത്തു പോയത്. അതിപ്പോഴും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമല്ലേ, കളിയാക്കിയതല്ല. ഞാൻ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം. അതൊന്നുമല്ല, കുഞ്ഞുണ്ടായ സന്തോഷം, അത് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. പിന്നെ ചോദിച്ച പക്ഷെ അതല്ലായിരുന്നു, വിഷമം ഉണ്ടായ കാര്യം ചോദിച്ചത്. സന്തോഷം അല്ല, രണ്ടും ചോദിച്ചു. രണ്ടാമത്തെ ചോദിക്കാൻ പറ്റും. വിഷമമുള്ള കാര്യം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ വിഷമമായ കാര്യം എനിക്ക് ഒന്ന് ഇവളുടെ ഇതും സിസേറിയൻ ചെയ്യാൻ വേണ്ടി കയറ്റിയ സമയത്തും, രണ്ടാമത് കുഞ്ഞിന് ഇതാണെന്ന് അറിഞ്ഞ ആ ഒരു നിമിഷം. ഞാൻ പറഞ്ഞു, അത്രയും ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ അത്രയും പൊട്ടിക്കരഞ്ഞ്. അത് പിന്നെ അതിനുശേഷം റൂമിലേക്ക് വന്നു. ഇവിടെ വന്നതിന് ശേഷവും അവനിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം അവൻ്റെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ഞങ്ങൾക്ക് വിഷമമാണ്. മോൻ പലപ്പോഴും എന്ന് വെച്ചാൽ മോനിങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വിഷമം. ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ തമ്മി ഏകദേശം 2 മാസത്തോളം മിണ്ടാതൊക്കെ ഇരുന്നായിരുന്നു. കാരണം ചോദിച്ചാൽ പറയും, അത്രേ ഉള്ളൂ. അത്രയും ഞങ്ങൾ അങ്ങോട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഒരുമാതിരി ആയിപ്പോയി. ചാനും മിണ്ടുന്നില്ല, എന്തെങ്കിലും എടുക്കുകയോ പെറുക്കുകയോ അത്രയും മിണ്ടത്തുള്ളൂ. അല്ലാതെ ഒരു സന്തോഷത്തോടു കൂടിയോ അല്ലെങ്കിൽ കാര്യമായിട്ട് ഒന്നും സംസാരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ നോക്കിയാലും കുഞ്ഞിനെ നോക്കുമ്പം ഇവ ഇങ്ങനെ ശ്വാസം വലിക്കുക, വിടുക. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര, അതായത് നോർമലായിട്ട് ഒരു കുഞ്ഞ് വലിക്കുന്ന രീതിയിലല്ല മോൻ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത്. അപ്പം നമുക്കത് കാണുമ്പം
ആ ഒരു ടെൻഷനും പേടിയും വിഷമം എല്ലാം ഇങ്ങനെ ഉള്ളിൽ കിടക്കുക. അത് കാരണം ഞങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക, നമുക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിച്ച് അത് കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു മോനാണ്. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ അത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു നിമിഷം എങ്ങനെ എൻജോയ് ചെയ്യണം ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ തമ്മി പോലും മിണ്ടാതെ, അതായത് ഇപ്പം അമ്മ വന്നിട്ട് പറയും എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന, മരിപ്പ് വീടാണോ ഇത്? അമ്മ വന്ന് ഞങ്ങളെ വഴക്ക് പറയും. പപ്പ തന്നെ ഒന്ന് ചോദിക്കും നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ മിണ്ടാത്ത എന്താ, നിങ്ങൾ സംസാരിക്കാത്ത എന്താ? അതായത് വീട്ടുകാരോടും ഞങ്ങൾ മിണ്ടത്തില്ല, ഞങ്ങളും തമ്മിൽ മിണ്ടുന്നില്ല. ഞങ്ങൾ ഈ ഒരു റൂമിനകത്തായി പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ പുറത്തോട്ട് പോലും ഞങ്ങൾ അങ്ങനെ ഇറങ്ങാത്തൊരു സിറ്റുവേഷനായി പോയായിരുന്നു. ആ സമയത്ത് ഈ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നതൊക്കെ ആ സമയത്തായിരുന്നു. ഭയങ്കര അതായത് എന്താ പറയുക, മോനാ ഒരു 3 ആവുന്ന വരെ, മോൻ്റെ ഹോളിൻ്റെ ആ വലിപ്പം ഒരെണ്ണം അടഞ്ഞിട്ട് 3 ആകുന്ന വരെ ഞങ്ങൾ ആ ഒരു ലെവലിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ എല്ലാവരുമായിട്ടും സംസാരിച്ച് എല്ലാവരും വന്ന് നമ്മൾ കാണുകയും സംസാരിക്കുകയും പിന്നെ എന്താ പറയുക ഇതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു. പിന്നെ ഒരുപാട് യൂട്യൂബിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് കണ്ട് ഡോക്ടർമാരോട് ഒരുപാട് പേരോട് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു, സംസാരിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് കുറച്ച് ഈ ടെൻഷനും ഇതൊക്കെ പോകാനായിട്ട് തുടങ്ങി. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടം തോന്നിയൊരു നിമിഷം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതെന്തായിരുന്നു ആ നിമിഷം? എനിക്ക് 2 തവണ സങ്കടം ഉണ്ടായി. എന്ന് വെച്ചാൽ ഒന്ന് ഇവളെ സിസേറിയന് വേണ്ടി കൊണ്ടുപോയ സമയത്ത്, കാരണം അന്ന് രാവിലെയാണ് എന്നോട് ഡോക്ടർ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നത്. അപ്പം അന്നേരം തൊട്ട് ഡെലിവറി കഴിഞ്ഞ് ഇവിടെ പുറത്തിറങ്ങുന്നവരെയും എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നോട്ട് പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുക, ഈശ്വര വിശ്വാസിയാണ്. അപ്പോൾ അവിടെ ഇരുന്നോട്ട് ഞാൻ ഇങ്ങനെ പ്രെയർ ചെയ്തിരിക്കുക. അപ്പം ഇവളുടെ നാത്തൂനാണെങ്കിലും ചേട്ടനെല്ലാം എന്ന് പറയുന്നത് ടെൻഷൻ ആവേണ്ട ബിനോയ് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എനിക്ക് ഈ ഡോക്ടർ പറഞ്ഞ കാര്യം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ ഒരു ടെൻഷനും വിഷമം ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് എൻ്റെ കൂട്ടുകാരനെയും അവൻ്റെ ഭാര്യയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് നിങ്ങളെല്ലാം പ്രെയർ ചെയ്യണം, പ്രാർത്ഥിക്കണം, ഇങ്ങനെയാണ് സംഭവം, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരാണെങ്കിലും ഉച്ചയായപ്പോഴത്തേക്ക് അങ്ങ് എത്തി, കോട്ടയത്തേക്ക് അവരങ്ങ് വന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഡെലിവറി കഴിഞ്ഞ് ഇവള് പുറത്തിറങ്ങുന്നവരെയും കുഞ്ഞിനെ നമുക്ക് ഒരു 11:56 കണ്ടായപ്പോഴത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് 11:33 അവൻ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ എപ്പോഴും എത്തിയത് 11:56 അത്രയും കണ്ടായപ്പോഴേ ഞാനാണ് കുഞ്ഞിനെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്. അമ്മയാണ് പക്ഷെ നിന്നിരുന്നെങ്കിലും ആ സമയത്ത് അമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ട് നേഴ്സ് എന്നെ വിളിച്ചു. അപ്പം ഞാനാ മോനെ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന കയ്യിൽ. അപ്പം ആ സമയത്തും എനിക്ക് അത്രയും സന്തോഷം ഉണ്ടായില്ല. കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടിയിട്ടും അത്രയും വലിയ സന്തോഷം എനിക്ക് ഉണ്ടായില്ല. സംഗതി വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ കുഞ്ഞിനെ ആദ്യം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ എനിക്ക് ഇവളുടെ കാര്യം അറിയാത്തത് കൊണ്ട് ആ ഒരു വേറൊരു മാനസികാവസ്ഥയായിരുന്നു. കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ ഉള്ള അത്രയും വലിയ സന്തോഷമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ഇവള് അതുപോലെ തന്നെ അകത്ത് കിടന്നപ്പോൾ ഞാൻ സിസേറിന് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഹസ്ബൻഡിനെ കാണണമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന്. കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിചാരിച്ചത്ര റിസ്ക് ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഞങ്ങളെയും കൂടെ ഒന്ന് വൈറലാക്കി തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ വൈറലാക്കിയേനെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റൂമിലേക്ക് മാറ്റും, നമ്മുടെ മരപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴും സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും ഹസ്ബൻഡിനെ ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ പറഞ്ഞു വാർഡിലേക്ക് ഇവർക്ക് ആണുങ്ങൾക്ക് പ്രവേശനം ഇല്ലല്ലോ, വാർഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അതിട്ട് ഞാൻ ഇച്ചാനെ കാണാത്തതുകൊണ്ട് എനിക്ക് ഇച്ചാൻ പുറത്തുണ്ടെന്ന് എനിക്കറിയാം, കുഞ്ഞിനൊക്കെ കണ്ടെന്നറിയാം. പക്ഷേ എനിക്ക് ഇച്ചാനെ കാണണം എന്നുള്ള ടെൻഡൻസി ഉണ്ട്. കുറേ നേരം അവിടെ കിടത്തി എന്നിട്ട് മരപ്പൊക്കെ മാറിക്കഴിഞ്ഞിട്ട് സ്ട്രെച്ചറിൽ വാർഡിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് ഞാൻ ആദ്യമേ ഇച്ചായൻ എന്ത് കഴിഞ്ഞപ്പോൾ ഇച്ചായൻ വരുന്നില്ല, ഇച്ചായൻ എവിടെ താഴെയും കണ്ടേ എന്നെ ബ്ലഡിന് എന്തോ ആവശ്യത്തിന് തന്നെ വിട്ടേക്കുമായിരുന്നു. കുറേ ലിസ്റ്റ് വന്നായിരുന്നു, ഒരു 2-3 തവണയായിട്ട് ലിസ്റ്റ് വന്നു. അപ്പോൾ എന്തോ സാധനം മേടിക്കാൻ ഞാൻ പോയ സമയത്ത് ഇവിടെ പുറത്തിറങ്ങുന്നത്. ഞാൻ അതിന് പെട്ടെന്ന് തന്നെ അല്ലല്ല സംഗതി വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ കുഞ്ഞിനെയൊക്കെ ഞാൻ കണ്ടിട്ട് അപ്പോൾ അത്രയും നേരം ഞാൻ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നാത്തും പോയിട്ട് ചോദിച്ചു സിസ്റ്ററോട് അശ്വതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. നാത്തും പോയിട്ട് പെട്ടെന്ന് അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു ആശ്വാസമായി. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അടുത്തൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു, ഞാൻ അതിന് പെട്ടെന്ന് പള്ളിയിലോട്ട് പോയി. അവിടെ പോയി ഇരിച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പള്ളിയിൽ പോയി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ പുറത്തോട്ട് ഇറക്കിയ പെട്ടെന്ന് വന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് എന്നിട്ട് ഞാൻ പറയാം. അപ്പോഴത്തേന് എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കണ്ട് അപ്പോഴത്തേന് ഇച്ചാൻ നമ്മൾ ഇപ്പോൾ ഇച്ചാനെന്ത് ചോദിച്ചപ്പോഴത്തേന് ബിനോയ് ഇതേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ബിനോയ് വാന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടൻ വിളിച്ച്. അപ്പോഴത്തേന് ഇച്ചാൻ വന്നു. ഞാൻ പറഞ്ഞു ഇച്ചായ ആങ്കൊച്ച് ഞാൻ പറഞ്ഞു. അതിന് ഇച്ചാ സിനിമ സ്റ്റൈലിൽ ഉമ്മയൊക്കെ തന്നു. അതെന്ന് വെച്ചാൽ അത്രയും നേരം ഇതാണ് നിങ്ങളുടെ മൂത്ത മക്കൾ. പേരെന്താ? അപ്പൊ പ്രിൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റി. ഇത് പ്രിൻസിന്നല്ലേ പറഞ്ഞത്? ഓഹോ, അല്ല ഇവരുടെ ശരിക്കും സ്കൂൾ നെയിം ആണ് ക്രിസ്റ്റീനയും ക്രിസ്റ്റിയും. പ്രിൻസും പ്രിൻസിയും നമ്മള് വീട്ടിൽ വിളിക്കുന്നത്. എവിടെ പഠിക്കുന്ന? എവിടെ രണ്ട്? SH. ഏത് ക്ലാസ്സിലെ? ICS. ഏത് ക്ലാസ്സിലെ? 6ാം ക്ലാസ്സിലെ. 3ാം ക്ലാസ്സിലെ. എവിടെയാ?
ഇവിടെ തന്നെ എവിടെ? ഐസ് പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ലെന്ന് പറ. ഉറപ്പില്ല. കുഴപ്പമില്ല. ഇത് ഗബ്രുവിന്റെ വളർത്തമ്മയത്. ഗബ്രൂട്ടൻ എന്ന് വെച്ചാ ജീവനാണ് രണ്ടുപേർക്കും. എനിക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വയ്യാതെ കുറെ കിടന്നെന്നോ. ഇച്ചാനിപ്പോൾ അടുക്കളയിലൊക്കെ ആണെങ്കിൽ ഇവരാണ് ഫുള്ള് കുഞ്ഞപ്പിട്ടാൽ പോലും ഇവരാണ് കഴിക്കുന്നതും തുടയ്ക്കുന്നതും പാമ്പേഴ്സ് മാറ്റുന്നതും ഉടുപ്പിടുന്നതും ഫുള്ള് ഉറക്കുന്നത് കുപ്പിപ്പാല് കൊടുക്കുന്ന എല്ലാം ഇവരാണ്. എനിക്ക് ഉറക്കം അറിയത്തില്ല. ഇപ്പൊ ഇവക്കെന്ന് വെച്ചാല് ഇവള് പാല് കുടിച്ചിടുന്ന കുഞ്ഞു ഉറങ്ങും. എനിക്ക് ഉറക്കം അറിയത്തില്ല കുഞ്ഞിനെ. ഇവളെന്ന് വെച്ചാല് കൊണ്ടുപോകുന്നേം കാണാം, ഇങ്ങോട്ട് ഉറക്കി കൊണ്ടുവരുന്നേം കാണാം. അതെങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതെങ്ങനെയാ പ്രിൻസി? എങ്ങനെയാ ഗിബ്രൂട്ടിനെ ഉറക്കിയെടുക്കുന്നത്? ഇങ്ങനെ ആട്ടിട്ട് ഉറക്കും. അപ്പത്തിന് ഉറങ്ങും അല്ലേ? ഗിബ്രൂട്ടിന് ഏറ്റവും കൂടുതൽ പ്രിൻസിയുടെ കൂടെയാണോ ഉള്ളത്? അതങ്ങനെയാ. നമ്മളിപ്പോ ഒരു കടയിൽ ഇപ്പം എന്തെങ്കിലും വളയും കമ്മലോ മാലയും മേടിക്കാൻ കൊണ്ടുപോകാന്ന് വെച്ചോ. അപ്പൊ അവിടെ ചെന്നിട്ട് മോക്ക് ഏതാ വേണ്ടതെന്ന് ചോദിക്കുമ്പോ അന്നേരവും കരയും. ആ കടയിലെ ചേച്ചിമാരി മോളെ ഇത് ഇഷ്ടമായോ അങ്ങനൊരു വാക്ക് ചോദിച്ചാലും മതി, അന്നേരവും കരയും. നീയും അങ്ങനെയാണോ? ഇല്ല, അവനെന്ന് വെച്ചാല് നമ്മൾ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേണ്ട അങ്ങനെയാ പറയുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഈ ക്രിസ്മസ് വന്ന സമയത്ത് മോന് ഷർട്ട് എടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മോനെ വേണ്ട നോക്കിയെടുക്കാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് എന്നിട്ട് ഒരെണ്ണം അങ്ങ് പിടിച്ചു. അതാണ് ഒരു അട്ടക്കൂറ ഷർട്ട്. അത് പിടിച്ച് എനിക്കിത് മതി. ഞാൻ അന്നേരം ഇങ്ങനെ ഞെട്ടി വയ്ക്കുക. എന്ന് വെച്ചാൽ കൊള്ളത്തില്ല, കാണാനും കൊള്ളില്ല, മെറ്റീരിയലും കൊള്ളൂല. അപ്പം ഞാൻ വേറൊരു ഷർട്ട് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് വേണോ? അത് മതി. എന്നുവെച്ചാൽ അവന് നമ്മൾ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ വേണം, അതിൽ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ ഒരു മൈൻഡാണ്. പക്ഷെ ഇവളങ്ങനെയല്ല, എന്ത് ചോദിച്ചാലും കരച്ചില്ല. ഇവിടെ ഞങ്ങൾ ട്രിപ്പ് ഇടാൻ ചെന്നതിൻ്റെ അന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. ജന്മം ചെന്ന ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. അവസാനം പിന്നെ ബലം പിടിച്ച് കിടത്തിയിട്ട് കൈയൊക്കെ പിടിച്ച് കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിട്ടൊക്കെ കയ്യിൽ മറ്റേ ഇതുണ്ടല്ലോ നീഡിലിട്ടിട്ട് അതിനകത്തൂടെ പിന്നെ ഇഞ്ചക്ഷൻ എടുത്തത്. അല്ലാണ്ട് സമ്മതിക്കില്ല. പക്ഷെ ഉണ്ടല്ലോ ഈ ക്യാമറ ഒക്കെ അങ്ങോട്ട് ഓഫ് ആക്കാവോ? ഒന്നും മിണ്ടാതിരിക്കടി, ഒന്നും മിണ്ടാതിരിക്കടി, കൊച്ചുറങ്ങട്ടേടി എന്ന് പറയാനായി ഞങ്ങക്ക് രണ്ടുപേർക്കും നേരെ ഉള്ളു. അത് പറ. അവളിങ്ങനെയാണ്. പാട്ടൊക്കെ പാടുവോ? പാടും. അങ്ങ് നമ്മൾ ഇന്നലെയും കൂടെ പാടിയില്ലായിരുന്നോ? അല്ല പ്രിൻസേ? ഞങ്ങള് വേണേ പാടും അല്ല പ്രിൻസേ? ആന്നൊരു പാട്ട് പഠിക്കും എല്ലാവരും കൂടെ. എല്ലാവരും കൂടെ കൂടി ഒരു പാട്ടം പഠിക്കും. അങ്ങനെ പറയില്ല. എന്തോ പാട് നിങ്ങൾ ഇന്നലെ പാടി പാട്ട് പാട്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, നെഞ്ചത്തെ വെള്ളിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എന്ന് പതുങ്ങിയല്ലോ കുഞ്ഞിനമ്പാവേ. അവൾ പാടുന്നുണ്ട്, അമ്മോള് പഠിക്കാം. കേട്ടോ മെല്ലെ മിഴി പൂണ്ടും ചോറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെയോ. ആ പഠിക്കാം. ഏയ് ബാക്കിയോടെ അറിയാം. വേറെ അറിയാവുന്ന പാട്ട് ഏതാ? മറ്റേ പാട്ട് അത് അറിയാവുന്നത്രം പാട്. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില് നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില് നല്ലമ്മേ. കരിയത്തൊരു മെയ്യഴക് കരുനീലമിഴിയഴക്, കരിയത്തൊരു മെയ്യഴക് നീലമിഴിയഴക്, നല്ല വാൻമുടി ചേലിനാലേ കണ്ണാരം മുത്തണുണ്ടേ, അമ്മ ചന്തത്തിൻ ചേലിനാലേ വാൻമുടി ചൂടണുണ്ടേ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില് നല്ലമ്മേ. സൂപ്പറായിട്ട് പാടില്ലോ. ഇതാണ് പേടിച്ച്. അല്ലാത്ത സമയത്ത് സൗണ്ട് ഇല്ല. അങ്ങനെയാണല്ലേ. ഗിബ്രൂട്ടൻ കിടന്ന് കരയണ്ടല്ലോ. ഇരുത്തിയനാണോ കരയണേ? ആ എന്തൊക്കെയാ ഗിബ്രൂട്ടിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങള്? ഇരുത്തരുത്.
ഇതെന്താന്ന് വെച്ചാ ഇവരുള്ളതുകൊണ്ടേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ അടിയാ കുറച്ചാൾ സമയത്ത് കൊച്ചിനെ എടുക്കാൻ. നീയല്ലേ ഇത്ര നേരം എടുത്ത് എടി താടി കൊച്ചിനെ താടി ചോദിച്ചാ ഇങ്ങനെ കട്ടില് വീടാനൊക്കെ പോകും. ഇവള് ചിലപ്പോ ശ്രദ്ധിക്കത്തില്ല. ചിലപ്പോ ഇവിടെ നിന്ന് ചെയ്യ എടി കൊച്ചിനെ പിടിക്കണി എടി കൊച്ച്. ഞാൻ പറഞ്ഞെടാ അവളടുത്തുണ്ടല്ലോ. പിടിക്കുന്നില്ല, കൊച്ചിന്റെ കാര്യം നോക്കണ്ടേ. ഇന്ന് രാവിലെ നടന്ന സംഭവം ആണോ പ്രിൻസേ? എങ്ങനെ ആരാ ഏറ്റവും കൂടുതൽ കൊച്ചിനെ എടുക്കാനായിട്ട് വാശി പിടിക്കണേ? അതവനെ ഇവൻ വാശി പിടിക്കും കൂടുതൽ നേരം ഇവളുടെ കയ്യിലായിരിക്കും. ഇവിടെ എന്താന്ന് വെച്ചാ പറയാ, ഇപ്പൊ കുറച്ചേരം അവന്റെ കയ്യിൽ ഇരിക്കുവെന്ന് വെച്ചോ, അപ്പൊ ഇവള് ചെന്നങ്ങ് എടുക്കും. പിന്നെ അവളങ്ങ് മടുക്കും. അപ്പൊ തിരിച്ചു കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ എടുത്തു എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോകും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ എന്റെ വീണ്ടും വാങ്ങിക്കും. പിന്നെ കൊണ്ട് അപ്പാപ്പന്റെ കൊടുക്കും. അതുകൊണ്ട് ഞാനിവിടെ ഉറക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ എടുത്തോണ്ട് പോയിട്ട് അടുക്കള ജോലി ചെയ്യാൻ ഇച്ചാന്റെ കൊണ്ട് കൊടുത്തു. ഇച്ചാൻ തിരിച്ചോണ്ട് ചോദിച്ചു, എടി ഞാൻ ജോലി ചെയ്യാൻ നീ എന്നെ അവിടെ കൊടുത്തു വിട്ടെ. ഞാൻ കൊടുത്തു വിട്ടല്ലേ ഇവിടെ എടുത്തോണ്ട് ഒരാളുടെ കയ്യിൽ ഇരിക്കുന്ന കാണുമ്പം എടുക്കണമെന്നുണ്ട്. പിന്നെ അങ്ങോട്ടും മടുക്കും. അങ്ങനെ പാസ് ചെയ്ത് മോക്ക് അറിയണ്ട് എന്താന്ന് നോക്കിയോ രണ്ടുപേരും കൂടെ. അപ്പോൾ അവർ രണ്ടുപേരും ഗിബ്രൂട്ടിന്റെ അടുത്തേക്ക് പോയി. ഗിബ്രൂട്ടൻ കിടന്ന് കരയുണ്ട്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞൊരു നിമിഷമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു കാര്യം. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നടന്നു തുടങ്ങിയപ്പം ഒന്നും കൂടെ സന്തോഷമായി. ഇനി മോൻ്റെ എന്താ പറയുക ഹോളും കൂടെ ലെവലായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം ചിലപ്പോൾ അതായിരിക്കാം. ഇതുവരെ ഞങ്ങൾ സന്തോഷത്തിനേക്കാളും കൂടുതൽ വലിയ സന്തോഷം അതായിരിക്കാം ചിലപ്പോൾ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ബന്ധുക്കളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവരെല്ലാവരും സപ്പോർട്ടാണ്. ഫ്രണ്ട്സായിട്ട് എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ആരും ഇല്ല. ആകെയുള്ള ഒരു ഒറ്റ കൂട്ടുകാരനേ ഉള്ളൂ. അവനാണ് എന്തൊരു കാര്യത്തിൽ നമുക്ക് ഓടി വരുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും അവനും അവൻ്റെ പെണ്ണും കൂടെ നമ്മുടെ അടുത്ത് വരുന്നത്. അല്ലാതെ നമുക്ക് വേറെ സുഹൃത്തുക്കളെന്ന് പറയാനായിട്ട് ആരുമില്ല. പിന്നെ നമുക്കും ബന്ധുക്കളെന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആരുമില്ല. ഞങ്ങൾ കൊല്ലംകാർ ഇവിടെ വന്ന് ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. നമുക്കങ്ങനെ ബന്ധുക്കളെന്ന് പറയാനായിട്ട് അങ്ങനെ ആരും ഇല്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഒരു കല്യാണം കഴിച്ച് കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ ഇട്ടിട്ട് പോകുന്ന ഒരു ഭർത്താവ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇത്രയും അസുഖവും വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ ബിനോയ് അശ്വതിനെ ചേർത്ത് പിടിച്ചേക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം അതാ, നമ്മുടെ ഓരോരുത്തരുടെയും സാങ്കല്പികം പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ ചിലരാണെങ്കിൽ ആരോഗ്യമായിരിക്കാം നോക്കുന്നത്, സന്തോഷമായിരിക്കും നോക്കുന്നത്. നമ്മളിപ്പം ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ നമ്മളെ ഏതൊരു സാഹചര്യത്തിൽ അവർ നമ്മളെ കൈവിടത്തില്ല. ഇപ്പം അത് പെണ്ണായാലും ആണായാലും ശരി, ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ. പക്ഷെ അതല്ല നമ്മുടെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമോ അല്ലെങ്കിൽ നമുക്കുള്ള പൈസയോ കാര്യങ്ങളാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നം വന്ന് നമ്മളെ കൈവിട്ടു പോകും. എനിക്ക് മുൻപൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടില്ല, രണ്ടു ഉള്ളായിരുന്നു. അപ്പം അതിലെല്ലാം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എനിക്കറിയാം. അപ്പം ഞാനിപ്പോൾ ഡ്രസ്സ് ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം ഞാൻ പുറത്ത് പോകുമ്പോഴത്തേച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലാണ് പുറത്ത് പോകുന്നത്. അപ്പം എന്നെ ഇഷ്ടപ്പെട്ട 2-3 പെൺപിള്ളേരുടെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏതോ ഒരു കാശുള്ള വീട്ടിലെ പയ്യനാണ് എന്നായിരുന്നു. അവരെന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ അല്ലാതെ അവരൊരു ചിന്താഗതി അങ്ങനെ ആയിരുന്നു തോന്നുന്നു. കാരണം റിലേഷൻഷിപ്പ് പിരിഞ്ഞ സമയത്ത് എല്ലാം പറഞ്ഞത് ഇയാൾ ഇത്രയും താഴ്ന്ന ഇതിലുള്ളതാണെന്ന് ഞങ്ങൾ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് വിടുന്നത് എന്നാണ് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായത് ബാഹ്യമായിട്ട് നമ്മൾ കാണുന്ന ഒന്നിനും പ്രത്യേകിച്ച് ആയുസ് കാണത്തില്ല. പക്ഷെ നമ്മൾ ആന്തരികമായിട്ട് എന്തെങ്കിലും നമ്മൾ കാണുകയാണ്, ഇപ്പോൾ ഒരാളുടെ മനസ്സിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ വിട്ട് പോവില്ല. അതല്ല നമ്മുടെ പണത്തിനെയോ നമ്മുടെ സൗന്ദര്യത്തെയോ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്താണോ ഉള്ളത് അതിനെ കണ്ട് സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഴ്ച വരെ പോകും. അങ്ങനെയുള്ളവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഒന്നും പറയില്ല. കാരണം ഒരാളെ വിട്ടു പോകുന്നവർ അടുത്ത ആളടുത്ത് ചെന്നാൽ അയാളടുത്തും അവർ കണ്ട കാര്യം ഇല്ലാതാവുന്ന സമയത്ത് അവിടുന്ന് അവർ പോകും. എന്നുവെച്ചാൽ എന്താ പറയുക, നമ്മളൊരു പാട്ടുണ്ടല്ലോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്ന് പറയുന്നത്, അതുപോലെ തുള്ളിക്കളിച്ച് ചാടിച്ചാടി ഇങ്ങേ കൊമ്പിൽ നിന്ന് അങ്ങേ കൊമ്പിലായിട്ട് ചാടിച്ചാടി നിൽക്കുന്ന ആ ഒരു സ്വഭാവം അവരെ നമ്മൾ എന്ത് പറഞ്ഞാലും മാറാനൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ളവരോട് പ്രത്യേകിച്ചൊന്നും പറയാനും ഇല്ല, പുച്ഛം മാത്രമേ ഉള്ളൂ അവരോട്. ഇപ്പോൾ രണ്ടുപേർക്കും സുഖമില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട്, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. എന്തായിരുന്നു? ഞാൻ ലോട്ടറി ഓഫീസ് ക്ലർക്കായിരുന്നു. 2 വർഷത്തോളം വർക്ക് ചെയ്ത്
അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ഷയ സെൻറ്ററിലും ജനസഭാ കേന്ദ്രത്തിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കപ്പോൾ വണ്ടിയുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഓടിച്ച് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഡ്യൂട്ടി ടൈം. അപ്പോൾ ഇച്ചായനും അമ്മയൊക്കെ പറഞ്ഞു അത്ര ലേറ്റായിട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ പ്രഗ്നൻ്റ് ഒക്കെ ആയതിനു ശേഷം പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം ഒന്ന് ജോലിക്ക് പോകണം എന്ന് എനിക്ക് ആഗ്രഹം, സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറഞ്ഞ സ്വന്തമായിട്ടൊരു വീട്, അത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇത് ഏത് നിമിഷം പൊളിഞ്ഞു വീഴും. ഇപ്പം നല്ലൊരു മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് വീഴും. നമ്മൾ പുറത്ത് വേണമെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്താൽ കാണാൻ പറ്റും, രണ്ട് സൈഡിലും ഭിത്തിയിലൊന്നും ഇല്ല. അപ്പം എപ്പോൾ വേണേലും വീഴും. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഷെഡെങ്കിലും മഴ ഭയങ്കരമായിട്ട് മഴ സമയത്ത് ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം ഈ ബാത്റൂം ഇവിടെയായിരുന്നു. അപ്പോൾ അത് ഇടിഞ്ഞു പോയത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അത് മഴ ഇങ്ങനെ പെയ്തിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഇരിക്കുക, ഞാൻ മോന് പിള്ളേരെല്ലാം ഉണ്ട്, ഞങ്ങളെല്ലാവരും ഇതിനകത്ത് ഇരിക്കുക. അപ്പോൾ അമ്മയും അപ്പോൾ അപ്പുറത്താണ് ഇരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വലിയ സൗണ്ട് എന്ന് വെച്ചാൽ അയലത്തുനിന്നെല്ലാം ഓടി വന്ന ആൾക്കാർ, ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ബാത്റൂമും അപ്പുറത്തെ സൈഡിലൊരു ഭിത്തിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുക. അതെന്ന് വെച്ചാൽ മഴയുണ്ട്. അപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ അപ്പം എല്ലാം പറഞ്ഞ് ഇതിനകത്ത് കിടക്കണ്ട, അവിടെ വന്ന് കിടന്നാൽ മതി. മോനായിട്ട് നമുക്ക് അതിനകത്ത് പോയി കിടക്കാൻ പറ്റത്തില്ല, കാരണം മോന് പൊടിയൊന്നും അടിച്ചൂടെ. എനിക്കും അലർജി ഉണ്ട്, ഇവനും അലർജി ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് പൊടി അടിച്ചാലും ഭയങ്കരമായിട്ട് വിമ്മിഷ്ടം കയറി വരും. ഇവനെന്ന് വെച്ചാൽ ഇച്ചിരിയെങ്കിലും പൊടി അടിക്കുകയാണെങ്കിൽ കഫക്കെട്ട് പെട്ടെന്ന് കയറി വരും. അതുകൊണ്ട് നമുക്കാണെങ്കിൽ അതിനകത്തും പോയി കിടക്കാൻ പറ്റില്ല. അതാണ് ഇത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇതിനകത്ത് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്കത് അങ്ങനെ പേടിയുള്ളതുകൊണ്ട് എനിക്കിപ്പം അതുപോലെ തന്നെ നമുക്കിവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് കിച്ചണും ബാത്റൂമും ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇവരാരെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് കിച്ചണിലോട്ട് പോകണമെങ്കിലും ബാത്റൂമിലൊക്കെ പോകണം. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ സ്ട്രെച്ചറിൽ പിടിച്ചുകൊണ്ടാണെങ്കിൽ പോലും ബാത്റൂമിലായാലും അതുപോലെ അടുക്കളയിലൊക്കെ ആയാലും സ്വന്തമായിട്ട് പോകാൻ ഇച്ചിരി സൗകര്യമുള്ളൊരു കൊച്ചൊരു വീട്, അതാണ് ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹം. അപ്പോൾ രണ്ടുപേരും ആഗ്രഹം നടക്കട്ടെ. ഇനിയിപ്പം ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകണേ? ഇപ്പോൾ നമ്മൾ സഹായിച്ചില്ലേ ആൾക്കാർ, ആ ഒരു സഹായത്തിൻ്റെ പുറത്ത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 10 ദിവസത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് എടുത്തേക്കുന്നത്, ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോകണം. ഇപ്പം പക്ഷെ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് അവർക്ക് പെയിൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ നടന്നു തുടങ്ങി നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം ഇത് പിടിച്ചിട്ടാണെങ്കിൽ അവർക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നടന്നു തുടങ്ങിയെന്ന് പറഞ്ഞാലും ഈ പെയിൻ അങ്ങോട്ട് കുറയുന്നില്ല. ഇപ്പോൾ ഈ കൈ ഇന്നലെ വരെയും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പം ഈ കൈ വളഞ്ഞിരിക്കുക, ഈ കൈപ്പത്തി വളഞ്ഞു പോയി അങ്ങനെ. അതുപോലെ തന്നെ മുട്ട് ഇതുവരെ നിവർന്നിട്ടില്ല. ഈ വിരലിന് ഇവിടെയൊക്കെ ഭയങ്കര വേദന, ഈ വിരലൊക്കെ ഇങ്ങനെ ഇത് വന്നിട്ട് താന്നു പോയതാ. ഇത് മടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഇതൊക്കെ വിരലൊക്കെ ഒരുമാതിരി ഇരിക്കുക. അപ്പം ഇതിനേക്കാൾ ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അതിന് മാത്രമുള്ള വരുമാനം അല്ലെ പൈസ ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല സത്യത്തിൽ. ഇപ്പോൾ ഞാനാണെങ്കിൽ മെഡിസിറ്റിയിലൊന്ന് കൊണ്ടുപോയി ഇനി അവിടെ ഒന്ന് കാണിക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ ഒരു ഇതിൻ്റെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ കാണിക്കുന്ന ഫിസീഷ്യനെയാണ്, പക്ഷേ ആ ഡോക്ടറുടെ മരുന്നാണെങ്കിൽ നല്ല മരുന്ന്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് ഒരു 5 ദിവസത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു ഫസ്റ്റ് നമ്മൾ എടുത്തത്. ഓരോ കോഴ്സ് വീതമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5 ദിവസത്തേക്കുള്ള ഇത് എടുത്തപ്പോൾ തന്നെ അവൾക്കാണെങ്കിൽ ആദ്യമേ മാറ്റം വന്നായിരുന്നു. ബെഡിൽ ഇരിക്കുമ്പോഴൊന്നും പെയിൻ ഇല്ലാത്തൊരവസ്ഥയിൽ പോയായിരുന്നു. പിന്നെ വീണ്ടും 15 ദിവസത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് നടന്നു തുടങ്ങിയത്. പക്ഷെ എന്നിട്ടും പെയിൻ അങ്ങോട്ട് കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള തലകറക്കവും ഈ തലകുറ്റലും പെട്ടെന്ന് ഇരുന്നിട്ട് ഇച്ചാൽ എനിക്ക് പെട്ടെന്ന് കണ്ണിരുട്ടായിരുന്നു, എന്നെ റൂമിലോട്ട് ആക്കുന്നത്. അതായത് മോനെ അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, പെട്ടെന്ന് പറയും ഇച്ചാൽ എന്നെ പെട്ടെന്ന് റൂമിലോട്ടാക്കി, എനിക്ക് തല ഇറങ്ങുന്നത്, പെട്ടെന്ന് എന്നെ കൊണ്ടാക്കാൻ പറയും. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും നേരത്തെ ഒരു രീതിയിലോട്ട് ഇവിടെ ഒന്ന് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് സമാധാനം, എനിക്കെങ്കിലും ഒരു ആശ്വാസം ആവത്തുള്ളൂ. ഈ ടെൻഷനും ഇതെല്ലാം മാറണമെങ്കിൽ അങ്ങനെ ആവണം. അതിന് ബെറ്റർ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും സാധിക്കും. ആ ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നിങ്ങളുടെ ആഗ്രഹം പോലെ നല്ലൊരു വീട് വെച്ച് അതിലേക്ക് മാറി സന്തോഷമുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. വലിയ ഒരുപാട് സൗകര്യം വേണമെന്നൊന്നും ആഗ്രഹമില്ല, പക്ഷെ ഒരു കുഞ്ഞു വീടാണെങ്കിലും ഒരു കൊച്ചു വീടാണെങ്കിലും നമുക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും സാധിക്കും. ദൈവം നിങ്ങളെ നല്ല രീതിയിൽ അനുഗ്രഹിച്ച് മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. ഇബ്രൂട്ടാ ഹായ് പറഞ്ഞേ, ബൈ ബൈ. കൈ കൊടുക്ക്, കൈ കൊടുക്ക്, കൈ കൊടുക്ക്, കൈ കൊടുക്ക്. ടാറ്റാ. ശരി.